ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന സ്ട്രക്ചേഴ്സ്. സ്റ്റോപ്പ് എന്ന വാക്കിൽ തുടങ്ങുന്ന ചില സ്ട്രക്ചേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം സ്റ്റോപ്പിൻ്റെ കൂടെ വേറൊരു വേർബ് വരുമ്പോൾ അതിൻ്റെ ആ സെക്കൻഡ് വരുന്ന വേർബിൻ്റെ കൂടെ ING ഫോം ചേർത്തിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സ്റ്റോപ്പ് പ്ലസ് വേർബിൻ്റെ ING ഫോം. അതാണ് ആദ്യത്തെ സ്ട്രക്ചർ. പിന്നെ അടുത്തത് സ്റ്റോപ്പിൻ്റെ കൂടെ ടു പ്ലസ് വേർബ്. സ്റ്റോപ്പിൻ്റെ കൂടെ ടു പ്ലസ് വേർബ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയും ഒരു സ്ട്രക്ചറുണ്ട്. ഇനി അടുത്തത് സ്റ്റോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ബൈ. സ്റ്റോപ്പ് ബൈ. ഇത് എവിടെ ഉപയോഗിക്കും? ഇനി വേറൊന്ന് സ്റ്റോപ്പ് പ്ലസ് ഫ്രം. സ്റ്റോപ്പ് ഫ്രം. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് സ്റ്റോപ്പ് പ്ലസ് വേർബിൻ്റെ ING ഫോം എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. സ്റ്റോപ്പ് പ്ലസ് വേർബിൻ്റെ ING ഫോം എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വേർബിൻ്റെ ING ഫോം. ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ഡൂയിങ്. സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. സ്റ്റോപ്പ് ഡൂയിങ് എ വർക്ക്. അപ്പോൾ ഡു എന്ന വേർബിൻ്റെ ING ഫോം അല്ലേ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? അത് ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു കാര്യം സ്റ്റോപ്പ് ഡൂയിങ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് വർക്ക്. സ്റ്റോപ്പ് സിംഗിങ് സോങ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വന്നത് സിംഗിങ്. സിംഗ് പ്ലസ് ING ആണ്. പാട്ട് പാടുക എന്ന ഒരു ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നിർത്തൂ, ഡിസ്കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്നതിനാണ് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യൂ. സ്റ്റോപ്പ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഡാൻസിങ് എന്ന ഒരു പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിർത്തൂ എന്നാണ്. ടു എൻഡ് ഓർ ടു ഡിസ്കണ്ടിന്യൂ ആൻ ആക്ഷൻ ദാറ്റ്സ് ഗോയിങ് ഓൺ. ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി ഡിസ്കണ്ടിന്യൂ ചെയ്യൂ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യൂ. അതാണ് സ്റ്റോപ്പ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നത്. വേർബിൻ്റെ ING ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് വേർബിൻ്റെ ഫോർത്ത് ഫോം V4 ഫോം എന്ന് പറയാം. ഹി സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഹീ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഹീ സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. സ്മോക്ക് ചെയ്യുക എന്ന ഒരു വേർബ് അവിടെ അതാണ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ V4 ഫോം ആയ സ്മോക്കിംഗ് ഉപയോഗിച്ചു. ഹീ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അദ്ദേഹം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്ഡ് എന്നാണ് ഉപയോഗിച്ചത്. നമുക്ക് സ്റ്റോപ്പിൻ്റെ ഏത് ഫോം വേണമെങ്കിലും ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഹീ സ്റ്റോപ്ഡ് എന്നുപയോഗിച്ചു. ഹീ ഹാസ് സ്റ്റോപ്ഡ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ടെൻസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ എന്താ മീനിങ് വരുന്നത് അതിനനുസരിച്ച് ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സ്റ്റോപ്ഡ്, ഹാസ് സ്റ്റോപ്ഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹീ വിൽ സ്റ്റോപ്പ്. അവൻ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ആ സ്റ്റോപ്പ് എന്ന ആ ഒരു വേർബിലാണ് ചേഞ്ച് വരുന്നത് ഡിഫറെൻറ്റ് ടെൻസസ് ഉപയോഗിക്കുമ്പോൾ. ഹീ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഹീ ക്വിറ്റ് സ്മോക്കിംഗ് എന്നാണ്. ആ സ്മോക്കിംഗ് എന്ന് ആ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് ലാസ്റ്റ് ഇയർ ക്വിറ്റ് ചെയ്തു, അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തു, അത് വിട്ടു, അതിന് ചെയ്യില്ല എന്നുള്ള മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ഡ്യൂറിങ് ദ മൂവി. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ഡ്യൂറിങ് ദ മൂവി ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ഡ്യൂറിങ് ദ മൂവി. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ? അപ്പോൾ ഈ മൂവിയുടെ സമയത്ത് സംസാരിക്കുന്നത് പ്ലീസ് സ്റ്റോപ്പ്, നിർത്തൂ എന്നാണ്. സ്റ്റോപ്പ് ടോക്കിംഗ്, ടോക്ക് പ്ലസ് ING ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഏത് ആക്ടിവിറ്റിയാണോ നിർത്തേണ്ടത്, ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്, ആ ആക്ടിവിറ്റി ആ ഒരു വേർബിൻ്റെ കൂടെയാണ് ING ഫോം ചേർക്കുന്നത്. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് ആൻ അവർ എഗോ. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് സ്റ്റോപ്പായി ഒരു മണിക്കൂർ മുമ്പ്. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് ആൻ അവർ എഗോ.
അപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമുക്ക് സ്റ്റോപ്പ് പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത്. സ്റ്റോപ്പ് റണ്ണിങ്, ഓട്ടം നിർത്തൂ. സ്റ്റോപ്പ് വാക്കിംഗ്, നടത്തം നിർത്തൂ. സ്റ്റോപ്പ് സിംഗിങ്, പാട്ട് പാടൽ നിർത്തൂ. സ്റ്റോപ്പ് റീഡിങ്, വായന നിർത്തൂ. സ്റ്റോപ്പ് റൈറ്റിംഗ്, എഴുത്ത് നിർത്തൂ. അപ്പോൾ അത്തരത്തിൽ ഏത് വേർബാണോ അതിൻ്റെ കൂടെ ഒരു ING ഫോം ചേർത്തിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട സ്ട്രക്ചർ സ്റ്റോപ്പ് പ്ലസ് ടു പ്ലസ് വേർബ്. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബ് അല്ല സ്റ്റോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ടു പ്ലസ് വേർബിൻ്റെ V1 ഫോം. സ്റ്റോപ്പ് ടു ഡു സംതിങ്. സ്റ്റോപ്പ് ടു ഡു സംതിങ് എന്ന് പറയുന്നത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് നിർത്തുന്നത് വേറൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അതൊന്ന് പോസ് ചെയ്യൂ എന്നാണ്. അതൊന്ന് കുറച്ചൊരു സ്റ്റോപ്പ്, ചെറിയ ഒരു സ്റ്റോപ്പ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അതൊരു സ്റ്റോപ്പ് ചെയ്യലല്ല, അതൊരു നിർത്തലല്ല, പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ടു ഇൻറ്ററപ്റ്റ് ആൻ ആക്ടിവിറ്റി ഇൻ ഓർഡർ ടു ഡു സംതിങ് എൽസ്. വേറൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതാണ് സ്റ്റോപ്പ് ടു ഡു എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ടു ഡു, സ്റ്റോപ്പ് ടു സിങ്. സ്റ്റോപ്പ് ടു സിങ് എന്ന് പറയുമ്പോൾ സിങ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. സ്റ്റോപ്പ് ടു ഡു ദാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൈ സം മിൽക്ക്, ഒരു മിൽക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കട കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഹീ സ്റ്റോപ്പ് ദ കാർ ടു ബൈ സം മിൽക്ക്. നോക്കൂ, സ്റ്റോപ്പ് ടു ഡു സംതിങ്. വി സ്റ്റോപ്ഡ് ടു റെസ്റ്റ് ഡ്യൂറിങ് ദ ഹൈക്ക്. ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്താ? ഹൈക്കിംഗ് ആണ്. ഹീ സ്റ്റോപ്ഡ് ടു റെസ്റ്റ് ഡ്യൂറിങ് ദ ഹൈക്ക്. ഹൈക്കിൻ്റെ സമയത്ത്, ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തിനാണ് സ്റ്റോപ്പ് ചെയ്തത്? ടു റെസ്റ്റ്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ സ്റ്റോപ്ഡ് ടു റീഡ് ദ നോട്ടീസ്. ഒരു നോട്ടീസ് കണ്ടു, നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു നോട്ടീസ് കണ്ടു, അതൊന്ന് വായിക്കാൻ വേണ്ടി അവിടെ ആ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഐ സ്റ്റോപ്ഡ് ടു റീഡ് ദ നോട്ടീസ്. ഹീ സ്റ്റോപ്ഡ് ടു ടോക്ക് ടു ഹിസ് ഫ്രണ്ട്. ഫ്രണ്ടിനെ കണ്ടു വഴിയിൽ വെച്ച് പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റോപ്ഡ് ടു റെസ്റ്റ്, സ്റ്റോപ്ഡ് ടു ടോക്ക്, സ്റ്റോപ്പ് ടു റീഡ്, സ്റ്റോപ്പ് ടു റൈറ്റ്, അങ്ങനെ ഉപയോഗിക്കാം. ആ ഒരു കാര്യം ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വേർബ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതാണ് സ്റ്റോപ്പ് ടു ഡു സംതിങ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു ഇൻ്ററപ്ഷൻ. അപ്പോൾ സ്റ്റോപ്ഡ് ഡൂയിങ് സംതിങ് എന്ന് പറയുന്നതും സ്റ്റോപ്ഡ് ടു ഡു സംതിങ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? സ്റ്റോപ്ഡ് റീഡിങ് എ ബുക്ക്. ഹീ സ്റ്റോപ്ഡ് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീ സ്റ്റോപ്ഡ്, അവൻ അത് നിർത്തി എന്നാണ്. ഹീ സ്റ്റോപ്ഡ് റീഡിങ് ദാറ്റ് ബുക്ക്, അത് നിർത്തി. അതേസമയം ഹീ സ്റ്റോപ്ഡ് ടു റീഡ് ദാറ്റ് ബുക്ക് എന്ന് പറഞ്ഞാലോ, ആ ബുക്ക് വായിക്കുന്നതിന് വേണ്ടി അവൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തു. ഹീ സ്റ്റോപ്ഡ് ടു റീഡ് ദാറ്റ് ബുക്ക്. ദ ഡ്രൈവർ സ്റ്റോപ്ഡ് ടു ബൈ കോഫി. കാപ്പി വാങ്ങുന്നതിന് വേണ്ടി ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്തു. ടു ബൈ, സ്റ്റോപ്ഡ് ടു ബൈ. അപ്പോൾ ബൈ ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റോപ്പ് ടു റീഡ് വായിക്കുന്നതിന് വേണ്ടി, സ്റ്റോപ്ഡ് ടു സിങ് പാട്ട് പാടുന്നതിന് വേണ്ടി വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഷീ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് കോഫി എന്ന് പറഞ്ഞാൽ അവൾ കോഫി ഡ്രിങ്ക് ചെയ്യുക എന്ന ഒരു കാര്യം അത് സ്റ്റോപ്പ് ചെയ്തു, അവളത് ക്വിറ്റ് ചെയ്തു എന്നാണ്. ഡ്രിങ്കിങ് കോഫി എന്നുള്ള കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. പക്ഷേ അവൾ ആ ഒരു ഹാബിറ്റിൽ നിന്ന് അവൾ ക്വിറ്റ് ചെയ്തു. ആ ഒരു ഹാബിറ്റ് അവൾ വേണ്ടെന്ന് വെച്ചു, അത് സ്റ്റോപ്പ് ചെയ്തു. അതേസമയം ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാലോ വളരെ ഡിഫറൻ്റ് അല്ലേ? കാപ്പി കുടിക്കാൻ വേണ്ടി അവൾ സ്റ്റോപ്പ് ചെയ്തു. അവൾ നടന്നു വരികയായിരുന്നു, അപ്പോൾ ഒരു കാപ്പി വിൽക്കുന്ന കട കണ്ടു, അവിടെ നിർത്തി. ഷീ സ്റ്റോപ്ഡ് ടു ബൈ കോഫി. ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് കോഫി. കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഡ്രിങ്കിങ്, സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്ന് പറയുമ്പോഴും സ്റ്റോപ്ഡ്
ടു ഡ്രിങ്ക് എന്ന് പറയുമ്പോഴും വളരെ ഡിഫറൻ്റ് ആണ് മീനിങ്. അപ്പോൾ അത് തെറ്റായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ സ്റ്റോപ്പ് ബൈ. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ബൈ ഉപയോഗിക്കുന്നത്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില ബ്രീഫ് വിസിറ്റ്, ചെറിയ വിസിറ്റുകൾ നടത്താറില്ലേ? അത് വളരെ ഒരു കാഷ്വൽ വിസിറ്റാവും, ഒരു ഇൻഫോർമൽ വേയിലുള്ള വിസിറ്റുകൾ. അത് ഒരു പ്ലാൻ ചെയ്തിട്ടൊന്നും ആവില്ല. ടു വിസിറ്റ് ബ്രീഫ്ലി, ഓഫൺ അൺപ്ലാൻഡ് ഓർ ഇൻഫോർമൽ. വളരെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ചെറിയ ഒരു സ്റ്റോപ്പ്, അങ്ങനെ ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ, വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴി ഇല്ലേ? അതാണ് സ്റ്റോപ്പ് ബൈ എന്ന് പറയുന്നത്. ഐ വിൽ സ്റ്റോപ്പ് ബൈ യുവർ ഹൗസ് ആഫ്റ്റർ വർക്ക്. ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന വഴി ഞാൻ നിൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങാം, നിന്നെ വീട്ടിൽ വന്നൊന്ന് കാണാം എന്നൊക്കെ പറയില്ലേ? ഐ വിൽ സ്റ്റോപ്പ് ബൈ യുവർ ഹൗസ് ആഫ്റ്റർ വർക്ക്. ആഫ്റ്റർ വർക്കിന് ശേഷം ഐ വിൽ സ്റ്റോപ്പ് ബൈ യുവർ ഹൗസ്. പെർഹാപ്സ് ഐ വിൽ സ്റ്റോപ്പ് ബൈ ദ ഹോസ്പിറ്റൽ. ഒരു പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ഒരു ബ്രീഫ് വിസിറ്റ്, ഒരു ചെറിയ ഒരു വിസിറ്റ്. പെർഹാപ്സ് ഐ വിൽ സ്റ്റോപ്പ് ബൈ ദ ഹോസ്പിറ്റൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർത്ത് സ്ട്രക്ചർ സ്റ്റോപ്പ് പ്ലസ് ഫ്രം ആണ്. സ്റ്റോപ്പ് ഫ്രം ഡൂയിങ് സംതിങ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടു പ്രിവെൻറ്റ് സംവൺ ഓർ സംതിങ് ഫ്രം ഡൂയിങ് ആൻ ആക്ഷൻ. ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക മീൻസ് അത് തടയുക എന്നാണ് മീനിങ്. ടു പ്രിവെൻറ്റ് സംവൺ ഓർ സംതിങ് ഫ്രം ഡൂയിങ് ആൻ ആക്ഷൻ. ഒരു കാര്യം, ഒരു ആക്ഷൻ ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ തടയുന്നത്. ദ റെയിൻ സ്റ്റോപ്ഡ് us ഫ്രം ഗോയിങ് ഔട്ട്. ദ റെയിൻ സ്റ്റോപ്ഡ് us. റെയിൻ ഞങ്ങളെ തടഞ്ഞു, ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്തു. എന്തിൽ നിന്നാണ്? ഫ്രം ഗോയിങ് ഔട്ട്. അപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തു പോകുമായിരുന്നു. മഴ കാരണം അത് സ്റ്റോപ്പ് ചെയ്തു. അത് മഴയാണ് അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്. ദ റെയിൻ സ്റ്റോപ്ഡ് us. ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്തു. ദ റെയിൻ സ്റ്റോപ്ഡ് us ഫ്രം ഗോയിങ് ഔട്ട്. പുറത്ത് പോവുക എന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ഫ്രം ഗോയിങ് ഔട്ട്. നോക്കുക, ഫ്രം കഴിഞ്ഞിട്ട് ING ഫോം ആണ് ഉപയോഗിച്ചത്. ഹിസ് ഇഞ്ചുറി സ്റ്റോപ്ഡ് ഹിം ഫ്രം പ്ലേയിങ്. അവന് ഒരു മുറിവുണ്ടായി. ആ മുറിവ്, ആ ഇഞ്ചുറി കാരണം, ആ ഇഞ്ചുറിയാണ് അവനെ സ്റ്റോപ്പ് ചെയ്തത്. എന്തിൽ നിന്ന്? ഫ്രം പ്ലേയിങ്, കളിക്കുന്നതിൽ നിന്ന്. സ്റ്റോപ്പ് ഫ്രം പ്ലേയിങ് എന്ന് പറയുമ്പോൾ കളിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. നോക്കൂ, സ്റ്റോപ്ഡ് കഴിഞ്ഞിട്ട് ഫ്രം, ദെൻ ഉപയോഗിക്കുന്നത് വേർബിൻ്റെ ING ഫോം. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ ഫ്രം അച്ചീവിങ് മൈ ഗോൾസ്. മൈ ഗോൾസ് എന്ന് പറയുമ്പോൾ എൻ്റെ ലക്ഷ്യങ്ങൾ, അച്ചീവ് ചെയ്യുക, നേടുക. എൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ, ഒന്നിനും എന്നെ തടഞ്ഞു നിർത്താനാവില്ല എന്നാണ്. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ ഫ്രം അച്ചീവിങ്. നോക്കുക, അച്ചീവ് പ്ലസ് ING. അവിടെ വേർബിൻ്റെ ING ഫോമാണ് സ്റ്റോപ്പ് ഫ്രം കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. സ്റ്റോപ്പ് ഫ്രം അച്ചീവിങ്, സ്റ്റോപ്പ് ഫ്രം വിസിറ്റിംഗ്, സ്റ്റോപ്പ് ഫ്രം ഗോയിങ് ദർ, അങ്ങനെ. സ്റ്റോപ്പ് ഫ്രം റൈറ്റിംഗ്, സ്റ്റോപ്പ് ഫ്രം ഡൂയിങ്, അങ്ങനെ. പലപ്പോഴും ഇത്തരം സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് മിസ്റ്റേക്സ് സ്റ്റുഡൻസ് വരുത്താറുണ്ട്. ഇപ്പോൾ ഐ സ്റ്റോപ്പ് ടു ഈറ്റ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ, ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയേണ്ടത്. അതിന് പറയുന്നത് എന്താ? ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഞാൻ ജങ്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്ന്. കഴിക്കാൻ വേണ്ടി നടന്നു പോവുകയായിരുന്നു, അപ്പോൾ ജങ്ക് ഫുഡൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു, അവിടെ സ്റ്റോപ്പ് ചെയ്തു, അത് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്നായി മീനിങ്. അതേസമയം പറയേണ്ടത് എന്താ? ആ ഒരു ഹാബിറ്റ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കുക എന്ന ഹാബിറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നല്ലേ പറയേണ്ടത്. ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് എന്ന് പറയേണ്ടതിന് പകരം ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യം അല്ല കൺവേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സ് കൃത്യമായി ഉപയോഗിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ബർഗർ എന്ന് പറഞ്ഞാലോ, ഞാൻ ബർഗർ കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. ബർഗറൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു, ഉടനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഐ സ്റ്റോപ്പ് ടു ഈറ്റ് ബർഗർ, അത് കറക്റ്റായ ഒരു സെൻറ്റൻസാണ്. അതേസമയം ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ബർഗർ എന്ന് പറഞ്ഞാലോ, ഞാൻ ബർഗർ കഴിക്കുക എന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തു. കുറേ കാലമായി ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുക. എൻ്റെ മദർ
പുറത്തു പോകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു എന്നാണ് പറയേണ്ടത്. മൈ മദർ സ്റ്റോപ്ഡ് us ടു ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മിസ്റ്റേക്ക് അല്ലേ? പുറത്തു പോകാൻ വേണ്ടി മൈ മദർ സ്റ്റോപ്ഡ് us എന്നാണ്. മൈ മദർ സ്റ്റോപ്ഡ് us ടു ഗോ ഔട്ട് എന്ന്, അത് മിസ്റ്റേക്കാണ്. അങ്ങനെ പറഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. മൈ മദർ സ്റ്റോപ്ഡ് us ഫ്രം ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് കിട്ടുകയുള്ളൂ. പുറത്തു പോകുന്നതിൽ നിന്നും ഞങ്ങളെ തടഞ്ഞു എന്നാണ് പറയേണ്ടത്. മൈ മദർ സ്റ്റോപ്ഡ് us ഫ്രം ഗോയിങ് ഔട്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യൂ എന്നെങ്ങനെ പറയും? സ്റ്റോപ്പ് ടു ഡിസ്റ്റർബ് മീ എന്നല്ലേ? ആണോ? അതല്ലെങ്കിൽ സ്റ്റോപ്പ് ഡിസ്റ്റർബിങ് മീ എന്നാണോ? സ്റ്റോപ്പ് ഡിസ്റ്റർബിങ് മീ. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ആളോട് പറയുകയാണ് സ്റ്റോപ്പ് ഡിസ്റ്റർബിങ് മീ. ഡിസ്റ്റർബ് ചെയ്യുക എന്ന ഒരു ആക്ടിവിറ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. സ്റ്റോപ്പ് ഡിസ്റ്റർബിങ് മീ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് കറക്റ്റ് ആവും. സ്റ്റോപ്പ് ടു ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞാലോ അത് വളരെ മിസ്റ്റേക്ക് അല്ലേ? അതായത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യൂ എന്നല്ലേ അതിൻ്റെ മീനിങ്? സ്റ്റോപ്പ് ടു ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ പലരും വരുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസസ്, കുറച്ച് എക്സസൈസുകൾ നോക്കാം. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ട്രക്ചേഴ്സൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 4 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്റ്റോപ്പ് പ്ലസ് V4, സ്റ്റോപ്പ് പ്ലസ് ടു, സ്റ്റോപ്പ് പ്ലസ് ബൈ, സ്റ്റോപ്പ് പ്ലസ് ഫ്രം. ഇതിൽ ഏതാണ് ഇനി പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഫസ്റ്റ് സെൻറ്റൻസ്, ഹി ബ്ലാങ്ക് ലാസ്റ്റ് ഇയർ ടു ഇംപ്രൂവ് ഹിസ് ഹെൽത്ത്. ബ്രാക്കറ്റിലുള്ള ഒരു വേർഡ് സ്മോക്ക് എന്നാണ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം അദ്ദേഹം പുകവലി സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഹി സ്റ്റോപ്ഡ് സ്മോക്കിംഗ് എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. വി ബ്ലാങ്ക് ബൈ സ്നാക്സ് ഓൺ അവർ റോഡ് ട്രിപ്പ് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങളുടെ റോഡ് ട്രിപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. വി സ്റ്റോപ്ഡ് ടു ബൈ സ്നാക്സ്. സ്റ്റോപ്ഡ് ടു ബൈ എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ, ക്യാൻ യു ബ്ലാങ്ക് മൈ ഓഫീസ് ലേറ്റർ, ഐ നീഡ് ടു ഗിവ് യു ദ ഫയൽസ്. എനിക്ക് ഫയൽസ് തരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു സ്റ്റോപ്പ് ബൈ മൈ ഓഫീസ് ലേറ്റർ. സ്റ്റോപ്പ് ബൈ ആണ് വേണ്ടത്. ദ നോയ്സ് ബ്ലാങ്ക് മീ ബ്ലാങ്ക് ലാസ്റ്റ് നൈറ്റ്. സ്ലീപ്പ് എന്ന വേർഡാണ് അവിടെയുള്ളത്. ദ നോയ്സ് സ്റ്റോപ്പ് മീ ഫ്രം സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ്. നോയ്സ് എന്നെ ലാസ്റ്റ് നൈറ്റ് ഉറക്കത്തിൽ നിന്നും തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നെ നഷ്ടപ്പെടുത്തി എന്നർത്ഥം. സ്റ്റോപ്പ് മീ ഫ്രം സ്ലീപ്പിംഗ്. നെക്സ്റ്റ് വൺ, ഹി ബ്ലാങ്ക് ലാഫ് വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ ചിരി നിർത്തി. അവിടെ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഹി സ്റ്റോപ്ഡ് ലാഫിംഗ് എന്നാണ്.